ഹായ് ഗൈസ്, വെൽക്കം ടു മൈ ചാനൽ ഫിഷിംഗ് ട്രെൻഡ്സ്. അപ്പോൾ ഇന്ന് ഫിഷിംഗ് വീഡിയോസ് ഒന്നുമല്ല കേട്ടോ, നമ്മുടെ ഒരു ചെറിയൊരു കൃഷിയാണ്. അതായത് ഫ്രൂട്ട്സ്, അതായത് നമ്മുടെ ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ ഒരു ചെറിയൊരു കൃഷിയാണ് കേട്ടോ. അതായത് നിങ്ങളിപ്പോഴത്തെ ഞാൻ മൊത്തം 5 ലെയറായിട്ടാണ് ഉണ്ടാക്കിയേക്കുന്നത് കേട്ടോ, സ്റ്റാൻഡായിട്ട്. നമ്മുടെ ചെടിച്ചട്ടിയിലും ചെറിയ ഗ്രോ ബാഗുകളിലും ഒക്കെ ആയിട്ടാണ് വെച്ചേക്കുന്നത്. ഈ ഗ്രോ ബാഗിൽ വെക്കുന്നത് ശരിയല്ല, അത് ചെടിച്ചട്ടിയിലോട്ട് മാറ്റണം. അതിനിപ്പോൾ ഞാൻ മാറ്റണം. അപ്പോൾ നിങ്ങൾ കാണുന്നുണ്ടോ, ഈ ലാസ്റ്റത്തെ 1, 2 ആ 2 സ്റ്റാൻഡെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വെച്ചിട്ട് ഇപ്പോൾ ഒരു 6 മാസം ആയതുള്ളൂ കേട്ടോ. ബാക്കി മുന്നോട്ടുള്ള 3 വെച്ചിട്ട് ഒരു 9 മാസമായപ്പോൾ 9 മാസമായപ്പോൾ നമുക്ക് പൊട്ടൊക്കെ ഇട്ട് തുടങ്ങിയിട്ടുണ്ട്. നിങ്ങൾ കണ്ടോ, ആദ്യമേ കാണിച്ചൊരു പൊട്ട്. പിന്നെ ഇത് ഏറ്റവും ആദ്യം ഉണ്ടായ ഒരു പൂവാട്ടോ. നമ്മൾ പൂവിട്ടിട്ട് നമുക്കത് പോളിനേഷൻ ചെയ്യാൻ പറ്റിയില്ല, മഴയൊക്കെ ആയതുകൊണ്ട്. ഇതിങ്ങനെ ചുമന്ന് വരുന്നുണ്ട് കേട്ടോ. ഇതിൻ്റെ ഒരു 300 ഗ്രാമൊക്കെ ആവും. ഇതെങ്ങനെയാണ് ഇതിൻ്റെ ഫ്ലവർ കാണിച്ചത്? ഇതുണ്ടത് രാത്രി ഞാൻ വീഡിയോ എടുത്തതാണ്. ഇതുണ്ടത് ഇതാണ് ഇതിൻ്റെ ഫ്ലവർ, ഇതാണ് കേട്ടോ. ഇത് പോളിനേഷൻ ചെയ്യുവാണെങ്കിൽ മഴയുള്ള സമയത്ത് പോളിനേഷൻ ചെയ്യണം. നമ്മൾ നേരത്തെ ഒരു കൂടൊക്കെ ഇട്ട് അതിൻ്റെയൊക്കെ വീഡിയോ ഞാൻ കാണിച്ചു തരാം, ഇതെങ്ങനെയാണ് പോളിനേഷനൊക്കെ ചെയ്യുന്നതെന്ന്. ഇതിന് ഫ്ലവർ കാണാൻ നല്ല ഭംഗിയാട്ടോ, ചെറിയൊരു സ്മെല്ലും ഉണ്ട്, അടിപൊളിയാണ്. അപ്പം നമ്മുടെ ഡ്രാഗൺ ഫ്രൂട്ട് വെച്ചിട്ട് എനിക്ക് 9 മാസത്തിൽ ആദ്യം കിട്ടിയ ഫ്രൂട്ട് ഇതാണ് കേട്ടോ. അതെ, എൻ്റെ ഫോട്ടോ കണ്ടോ. ഇത് നമ്മുടെ മലേഷ്യൻ റെഡ്, അതാണ്. അപ്പോൾ മുറിച്ചിട്ട് ഞാൻ കാണിച്ചു തരാത്തുണ്ടോ. നല്ല രസമാണ് കാണാൻ. നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്നത് നല്ല മധുരവുമാണ് കഴിക്കാനായിട്ട് കേട്ടോ. അപ്പം ഇതൊക്കെ തന്നെയാണ് അതിൻ്റെ വിശേഷങ്ങൾ എന്നുള്ളത്. ഈ 9 മാസമായിട്ടുള്ള ഡ്രാഗൺ ഫ്രൂട്ടിൽ ഉണ്ടായിരിക്കുന്ന കാകൾ കണ്ടോ. ആദ്യമത്തെ കാണുന്നത് ഇത് രണ്ടാമത്തെ കാ. പിന്നെ കുറച്ച് മുട്ടുകളൊക്കെ ഉണ്ട്. പിന്നെ കുറച്ച് പൊഴിഞ്ഞും പോയി, കാരണം ആദ്യത്തെ അല്ലേ, അപ്പം ഇത്തിരി പൊഴിഞ്ഞൊക്കെ പോകും. പിന്നെ ഇതുണ്ട്, ഇവിടെയൊക്കെ പൂക്കൾ വരുന്നുണ്ട്. പൂക്കളല്ല, മുട്ടുകൾ ഇങ്ങനെ ഇട്ട് വരുന്നുണ്ട്. ഇതിങ്ങനെ നമ്മൾ ഈ ഡ്രാഗൺ ഫ്രൂട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ മുകളിലുണ്ടായിട്ട് നേരെ താഴോട്ട് ഇങ്ങനെ കിടക്കണം, എന്നാലുള്ള അതിൽ മുട്ടൊക്കെ ഉണ്ടാകത്തുള്ളൂ. താഴോട്ട് കിടക്കുന്ന ഇതാണ്. ഇതൊരുമാതിരി നല്ല വലിപ്പമാവുന്ന ഒരു കായ. ഇതിൽ ഞാൻ പോളിനേഷനൊക്കെ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ അവിടെ ഇതുണ്ട്, ഈ തേനീച്ച ഉണ്ടെങ്കിൽ നമ്മൾ പോളിനേഷൻ ചെയ്യേണ്ട കാര്യമില്ല. ഇതിൻ്റെ പൂവാണ് കേട്ടോ. ഇത് മുട്ടിട്ട് വരുന്നതാണേ, ഇട്ട് നല്ല വലുതാവും. അപ്പം ഇതുപോലെ നമുക്ക് കുറേ പൂവൊക്കെ ഇട്ട് വെച്ചതുണ്ടോ. ഇത് കുറേ പൂ ഇട്ടിട്ടുണ്ട്, 1, 2 ഇതിന് വലുതാവും. പിന്നെ അതുപോലെ ഇതുണ്ടോ, നമ്മൾ മദർ പ്ലാന്റ് ഇല്ല, ചെറിയ വെച്ചേക്കുന്ന തണ്ടേ തന്നെ നമുക്ക് പൂ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ നമ്മളിതിനകത്ത് രാസവളങ്ങളായിട്ട് ഒന്നും ഇടുന്നത് എല്ലാം നല്ല കറക്റ്റ് ജൈവവളം മാത്രമേ ഇടുന്നുള്ളൂ കേട്ടോ. ഇതും മദർ പ്ലാന്റ് ഉണ്ടായിരിക്കുന്ന ഒരു കാ പിടിച്ചിരിക്കുന്നതാണ്. ഇതുണ്ട്. അപ്പം നമ്മൾ ഒരു ഡീറ്റെയിൽ വീഡിയോ തന്നെ ഇടുന്നതായിരിക്കും, അതായത് ഇതിനകത്ത് കൊടുക്കേണ്ട വളങ്ങൾ എന്തൊക്കെയാണ് എന്നൊക്കെ. അപ്പോൾ നമ്മുടെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്യണം കേട്ടോ. ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അറിയേണ്ടവരെല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. നമ്മൾ ഈ ചെയ്തേക്കുന്ന കാര്യങ്ങളും രീതികളൊക്കെ നിങ്ങൾക്ക് അറിയണമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്ത് വേണമെങ്കിൽ നമ്മൾ ഇതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും എല്ലാം പറഞ്ഞു തരും കേട്ടോ. ഇത് 6 മാസമായതുള്ളൂ കേട്ടോ. ഇത് വെച്ചിട്ട് ഞാൻ അതിൽ ഫ്ലവർ ഇട്ടിട്ടുണ്ട്. പക്ഷേ ഇതുണ്ടോ, ഇത് ആദ്യത്തെ 2 സ്റ്റാൻഡാണ്. ആ 2 സ്റ്റാൻഡിൽ 6 മാസമായിട്ടുള്ള ഡ്രാഗണിൻ്റെ ചെടികളാണ് ഞാൻ വെച്ചേക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇതിന് അത്രയ്ക്ക് ഗ്രോ വന്നില്ല. ഒറ്റൊരു ഇത് വന്നുള്ളൂ. പിന്നെ അതിൽ നിന്ന് ഇങ്ങനെ മുളകുണ്ടെങ്കിൽ നമ്മളിങ്ങനെ ഈ സ്റ്റാൻഡിൽ നിന്ന് ഇങ്ങനെ ചെരിഞ്ഞ് താഴോട്ട് വരത്തില്ല. അപ്പോൾ അതിങ്ങനെ ബെൻഡാകുമ്പോൾ അതേ നിന്നാണ് മുകളങ്ങളിങ്ങനെ പൊട്ടി വീണ്ടും വന്നിങ്ങനെ വരുന്നത്. അപ്പോൾ ഇതിനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ അതൊക്കെ ഞാൻ നമുക്ക് പുറകെ പറയാം. അപ്പം എല്ലാവരും ഒന്ന് ഫോളോ ചെയ്ത് വെച്ചേക്കുക.